എർത്ത് ഫ്ലാറ്റ് ആണോ ഒരു ഗ്ലോബിന് പോലെ റൗണ്ട് ഷേപ്പ് ആണോ? ഓക്കെ, അപ്പോൾ ഒരുപാട് പേർക്കുള്ള ഡൗട്ടാണ് എർത്ത് ഫ്ലാറ്റ് ആണോ അതോ ഗ്ലോബ് പോലെ ഒരു റൗണ്ട് ഷേപ്പിലാണോ എന്നുള്ളത്. കുറേ തിയറീസ് ഉണ്ട് എർത്ത് ഫ്ലാറ്റ് ആണെന്നുള്ളത്. പക്ഷെ നമുക്ക് കിട്ടുന്ന ഒരു ഗ്ലോബ് ഒക്കെ നമ്മൾ കാണുമ്പോൾ അല്ലെങ്കിൽ ഫോട്ടോസിലൊക്കെ നമ്മൾ എർത്ത് എന്ന് പറഞ്ഞ് കാണുമ്പോൾ കാണുന്നത് എന്ത് ഷേപ്പാ? റൗണ്ട്. പക്ഷെ ആക്ച്വലി എർത്തിന്റെ ഷേപ്പിന് പറയുന്ന പേരെന്ന് അറിയാമോ? സ്പിയർ. 3D ഷേപ്പോ? ഓക്കെ, 3D ഷേപ്പ്. അപ്പോ എർത്തിന് നമ്മൾ ശരിക്കും റൗണ്ട് എന്നല്ല പറയുന്നത്, അല്ലെങ്കിൽ ഗോളാകൃതി അങ്ങനെയല്ല പറയുന്നത്. നമ്മൾ സ്കൂളിൽ പഠിച്ചിട്ടുണ്ടാവാം, ചിലപ്പോൾ നമ്മുടെ മെമ്മറി കിടക്കുന്നത് റൗണ്ട് എന്നായിരിക്കാം. പക്ഷെ എർത്തിന്റെ ഷേപ്പിനെ പറയുന്ന പേര് സ്പിയറിക്കൽ ഷേപ്പിലാണ് എർത്തിരിക്കുന്നത്. അതുപോലെ നമ്മൾ ഈ കാണുന്ന ഗ്ലോബ് പോലെ കറക്റ്റ് റൗണ്ട് വെൽ മെയിൻറ്റൈൻഡ് റൗണ്ട് അല്ല ഗ്ലോബ്, ഐ മീൻ എർത്ത് ശരിക്കും ഒരു ഓവൽ ഷേപ്പിലുള്ളത്. ക്രിക്കറ്റ് ഗ്രൗണ്ട് കണ്ടിട്ടില്ലേ? റൗണ്ട് ആയിരിക്കും, പക്ഷെ ഒരു ഇച്ചിരി ഒരു വ്യത്യാസം ഉണ്ടാവുമല്ലോ. സ്മോളോ? ഓക്കെ. അപ്പോൾ ഓവൽ ഷേപ്പ്, ഒരു ഇച്ചിരി ഒരു സൈഡിലേക്ക് ഒരു വലിപ്പമുള്ള ടൈപ്പ് ഓഫ് ഇതായിരിക്കും നമ്മുടെ എർത്ത് എന്നുള്ളത്. അപ്പോൾ അതൊരു ഇൻഫർമേഷൻ അല്ലേ. പിന്നെ നമ്മൾ ഇന്ന് നമ്മുടെ വ്ളോഗിൽ പ്രധാനമായിട്ടും ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എർത്ത് ഫ്ലാറ്റ് ആണോ റൗണ്ട് ആണോ, വൈ ഇറ്റ് ഈസ് റൗണ്ട് അല്ലെങ്കിൽ ഗ്ലോബ് പോലെ ഇരിക്കുന്നത് എന്തുകൊണ്ട്. അതുപോലെ തന്നെ വേറൊരു കാര്യം, എങ്ങനെയാണ് ഫ്ലൈറ്റ് ഇപ്പൊ എർത്തിന്റെ മോളിൽ കൂടെ ഇങ്ങനെ ഫ്ലൈറ്റ് ഇങ്ങനെ എല്ലാ രാജ്യത്തേക്കും ട്രാവൽ ചെയ്യുന്നില്ലേ? ഇപ്പൊ അമേരിക്ക എവിടെ? അമേരിക്കയിൽ നിന്ന് ഇന്ത്യയിലേക്ക് വരുമ്പോ ഫ്ലൈറ്റ് എങ്ങനെ മുകളിലേക്ക് കയറി പറന്ന് ഇന്ത്യയുടെ അവിടെ എത്തി താഴത്തേക്ക് ലാൻഡ് ആകുന്നു. ഇന്ത്യയിലെത്തും. അപ്പൊ ഇത് എങ്ങനെയാ പറക്കുന്നത്? അതും ഒരു ക്വസ്റ്റ്യനാ. അപ്പോൾ മെയിൻ ആയിട്ട് കുട്ടികൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുന്ന പോലെ, പക്ഷെ എന്നെ പോലെയുള്ള കുറെ ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ആലോചിച്ച് തല പുണ്ണാക്കുന്ന ആൾക്കാരും ഉണ്ടാവാം. അങ്ങനെയുള്ളവർക്കും വളരെ എന്താ പറയുക, സോഫ്റ്റ് ആയിട്ട് വളരെ ഈസി ആയിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കുന്ന രീതിയിൽ പറഞ്ഞുതരാം. അപ്പോൾ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ എങ്ങനെ ഈ ഒരു ഷേപ്പ് നമ്മുടെ എർത്തിന് വന്നു എന്നുള്ളത് നമുക്ക് ആദ്യം പഠിക്കാം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഗ്രാവിറ്റി, അതായത് ഗുരുത്വാകർഷണ ബലം. ഭൂമിയിൽ ഗുരുത്വാകർഷണ ബലം ഉണ്ട്. ഐസക് ന്യൂട്ടന്റെ തലയിൽ ആപ്പിൾ വീണു, അങ്ങനെ ഗ്രാവിറ്റി കണ്ടുപിടിച്ചു എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ഗ്രാവിറ്റി എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാലോ, ഒരു സാധനം മുകളിലേക്ക് ഇട്ടാൽ എർത്ത് അതിനെ ആകർഷിക്കുന്നു, താഴേക്ക് വരുന്നു. ഇത് തന്നെ സ്പേസിലാണെങ്കിൽ ഗ്രാവിറ്റി ഇല്ല, ഇതിങ്ങനെ മുകളിലേക്ക് ഇട്ടാൽ അതെങ്ങനെ അവിടെ ഫ്ലോട്ട് ചെയ്ത് പറന്ന് നടക്കും അല്ലേ. എർത്തിലാണെങ്കിൽ എർത്തിന് ഗ്രാവിറ്റി ഉണ്ട്, എന്ത് സാധനം എവിടെ വെച്ചാലും എർത്ത് അതിനെ തിരിച്ചു വലിച്ച് ഭൂമിയിലേക്ക് എടുക്കും. ഓക്കെ, ഇതുപോലത്തെ ഒരു ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്, എന്ത് സാധനവും വലിച്ചെടുക്കുന്ന ഒരു ഫോഴ്സ് ഉള്ളത് കൊണ്ടാണ് ഈ നമ്മുടെ എർത്ത് റൗണ്ട് ഷേപ്പിലായത്. അതായത് കോടാനുകോടി വർഷങ്ങൾ കൊണ്ട് കുറേ സാധനങ്ങൾ ഇങ്ങനെ വലിച്ചെടുത്ത് അവസാനം ഇങ്ങനൊരു ഷേപ്പിലേക്ക് നമ്മുടെ ഭൂമി എത്തി അല്ലേ. പിന്നെ എർത്ത് റൗണ്ട് ആണ് അല്ലെങ്കിൽ എന്ന് പറയാനുള്ളതിന്റെ 4 പോയിന്റ്സ് ഉണ്ട്. എന്തൊക്കെയാണ് അതാ പോയിന്റ്സ്? ഫസ്റ്റത്തെ പോയിന്റ് എന്താ? ഷാഡോ. അതായത് ഈ ചന്ദ്രഗ്രഹണം എന്നൊക്കെ പറയുമല്ലോ, ഭൂമിയുടെ നേർ ഓപ്പോസിറ്റ് തന്നെ ചന്ദ്രൻ വരുന്നു, അപ്പോൾ ഭൂമിയുടെ ഷാഡോ നമുക്ക് പ്രതിഫലിക്കും എന്നൊക്കെ പറയുന്നുണ്ട്. ഈ ഷാഡോ ഒരിക്കലും ഫ്ലാറ്റ് അല്ല വരുന്നത്, ഐ മീൻ സ്ക്വയറോ അല്ലെങ്കിൽ റെക്ടാംഗിൾ ഷേപ്പിലല്ല വരുന്നത്. ഭൂമി ഫ്ലാറ്റ് ആയിരുന്നെങ്കിൽ ആ ഷേപ്പിൽ വന്നേനെ, പക്ഷെ ആ ഷേപ്പിലല്ല വരുന്നത്. റൗണ്ട് ആയതുകൊണ്ട് നമുക്ക് ചന്ദ്രഗ്രഹണത്തിന്റെ ഒക്കെ നിഴൽ പതിക്കുന്നത് എങ്ങനെയാ? റൗണ്ടിലാണ്. അപ്പോൾ ഒരു കാരണമായില്ലേ ഭൂമി റൗണ്ട് എന്ന് പറയാനായിട്ട്. രണ്ടാമത്തത് എന്താണ്? ഷിപ്പ്. അതായത് നമ്മളിപ്പോൾ കടൽപ്പുറത്ത് പോയിരിക്കുകയാണ്. നമ്മളൊരു കടൽപ്പുറത്ത് ഇങ്ങനെ പോയിരിക്കുമ്പോൾ ആ തിരമാല തന്നെ ഇരിക്കാതിരിക്കട്ടെ, അപ്പോൾ ഒരു ഷിപ്പ് ഇങ്ങനെ ദൂരത്തേക്ക് ഇങ്ങനെ പോയി മറയുന്നതായിട്ട് കാണാം. അത് പോകുന്തോറും കുറേ ദൂരം ട്രാവൽ ചെയ്ത് ആ ഷിപ്പ് നമുക്ക് കാണാൻ പറ്റാത്ത രീതിയിലാവും അല്ലേ. ആ കാണാൻ പറ്റാത്ത രീതിയിലാകുന്നത് ഭൂമിയുടെ ഈ കെർവ് ഉള്ളത് കൊണ്ടാണ്. അതായത് ഫ്ലാറ്റ് ആയിരുന്നെങ്കിൽ എത്ര ദൂരത്തേക്ക് വേണമെങ്കിലും നമ്മളിങ്ങനെ നോക്കിയിരിക്കുമ്പോൾ ആ ഷിപ്പിനെ കാണാൻ പറ്റും. പക്ഷേ ഭൂമി വളഞ്ഞിരിക്കുന്നത് കൊണ്ട് നമ്മളിപ്പോൾ ഇവിടെ നിൽക്കുകയാണെങ്കിൽ ഷിപ്പ് മുന്നോട്ട് പോകും തോറും ഇവിടെ ഇരിക്കുന്ന നമുക്ക് ഷിപ്പിനെ കാണാൻ പറ്റത്തില്ല അല്ലേ. കാരണം ഭൂമി അതിനെ മറയ്ക്കുകയാണ് ഈ റൗണ്ട് ഉള്ളത് കൊണ്ട്. ഇതിന് നമ്മൾ ചെറുപ്പത്തിലൊക്കെ കണ്ടിട്ടുണ്ടാവുമല്ലോ, ഷിപ്പ് ഇങ്ങനെ പോകുമ്പോൾ ഷിപ്പിന്റെ മോൾ ഭാഗം ആദ്യം കാണാൻ പറ്റും, പിന്നെ അതിങ്ങനെ താന്ന് അത് നമ്മുടെ കണ്ണിൽ നിന്ന് തന്നെ മറഞ്ഞു പോകും. അതുപോലെ തന്നെ നമ്മൾ കടലിൽ പോയിരിക്കുമ്പോൾ നമ്മൾ സൺസെറ്റ് കാണാറില്ലേ? സൺസെറ്റ് കാണുന്നതും അതൊരു ഉദാഹരണമാണ്. കാരണം സൺസെറ്റില് സീയുടെ ഉള്ളിലേക്ക് നമ്മുടെ സൺ ഇറങ്ങി പോകുന്നതല്ല,
പക്ഷേ ഭൂമി കറങ്ങുന്നുണ്ട്. ഭൂമിയുടെ ഷേപ്പ് റൗണ്ട് ആയതുകൊണ്ട് സൺ ഇങ്ങനെ മാറി 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 ഭൂമിയുടെ അടുത്ത വശത്തേക്ക് പോകുന്നതാണ് നമുക്ക് വെള്ളത്തിലേക്ക് താന്നു പോകുന്നതായിട്ട് തോന്നുന്നത്. ഓൾസോ ഷിപ്പിന് അതിന്റെ ബോട്ടിന്റെ പവർ അറിയോ, ആ പവർ മുന്നോട്ട് പോകാനായിട്ട് അതിന്റെ പവർ ഇപ്പൊ ലെസർ ആയിട്ട് ഇപ്പൊ സിങ്ക് ചെയ്യില്ലടാ. സംടൈംസ് ഷിപ്പ് മുങ്ങും. സമ്മതിച്ചു കൊടുത്തേക്കാം. മൂന്നാമത്തെ പോയിന്റ് എന്താ? ട്രാവൽ. യെസ്, നമുക്ക് ഏറ്റവും ഈസി ആയിട്ട് പറയാൻ പറ്റുന്ന ഒരു ഉദാഹരണമാണ്. ഇനി ഫ്ലാറ്റ് എർത്ത് തിയറി പറയുന്ന ആൾക്കാർ കയ്യിൽ കാശുണ്ടെന്നുണ്ടെങ്കിൽ, ഇപ്പൊ നിങ്ങൾ ജസ്റ്റ് ഇമാജിൻ നിങ്ങൾ ഇന്ത്യയിലാണെന്ന് വിചാരിക്കുക. നിങ്ങൾ ഇന്ത്യയിൽ നിന്ന് നേരെ ഒരു ഫ്ലൈറ്റ് എടുക്കുക, നേരെ എന്നിട്ട് വല്ല ചൈനയിലോ ദുബായിലോ കണക്ഷൻ എടുക്കുക. അവിടെ നിന്ന് UK വരാം, UK ഒന്ന് കറങ്ങി അവിടെ നിന്ന് ഒരു കണക്ഷൻ എടുത്തിട്ട് നിങ്ങൾ നേരെ നമ്മുടെ അമേരിക്കയിലേക്ക് വരാം. അമേരിക്കയിലും കറങ്ങി കാനഡ, ലാസ് വേഗാസ് ഒക്കെ ഒന്ന് കറങ്ങിയിട്ട് അവിടെ നിന്ന് നേരെ നിങ്ങളൊരു ഫ്ലൈറ്റ് എടുത്തിട്ട് ഇപ്പുറത്തുള്ള നമ്മുടെ ചൈനയിലേക്കോ അല്ലെങ്കിൽ ന്യൂസിലാൻഡിലേക്കോ ഓസ്ട്രേലിയയിലേക്കോ ജപ്പാനിലേക്കോ അല്ലെങ്കിൽ റഷ്യയിലേക്കോ ഫ്ലൈറ്റ് എടുക്കാം. എന്നിട്ട് പിന്നെയും കറങ്ങി നിങ്ങളൊരു ഫ്ലൈറ്റ് എടുത്ത് ഇന്ത്യയിലേക്ക് വന്നാൽ നിങ്ങൾ ഇന്ത്യയിലേക്ക് എത്തും. ദാറ്റ് മീൻസ് ഈ നമ്മുടെ ഗ്ലോബ് റൗണ്ട് ആണ്. നിങ്ങൾ എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തോ അവിടെ തന്നെ തിരിച്ചെത്തും. മനസ്സിലായോ? അപ്പോൾ ഫ്ലാറ്റ് ആണെങ്കിൽ എങ്ങനെയാ, നമ്മളൊരു പോയിന്റ് എത്തിക്കഴിയുമ്പോൾ അവിടെ സ്റ്റോപ്പായി, ചിലപ്പോൾ അവിടെ വോളായിരിക്കാം അല്ലെങ്കിൽ അവിടെ ഒരു വലിയ കുഴിയായിരിക്കാം. പക്ഷെ ഒരിക്കലും ഭൂമിനെ റൗണ്ട് ചെയ്ത് ട്രാവൽ ചെയ്ത ഒരാൾക്കും അങ്ങനത്തെ ഒരു പോയിന്റിൽ എത്തിപ്പെടാൻ പറ്റിയിട്ടില്ല. എന്തുകൊണ്ടാണ്? റൗണ്ടാണ്. എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തോ അതേ പോയിന്റിൽ നമ്മൾ തിരിച്ചെത്തും. അതാണ് അടുത്ത പോയിന്റ്. ഇനി അടുത്തത് എന്താണ്? സ്പേസ്. നമ്മൾ ഭൂമിയിൽ നിന്ന് ഇങ്ങനെ ട്രാവൽ ചെയ്ത് കുറേ ദൂരം പുറത്തെത്തി കഴിയുമ്പോൾ നമ്മൾ ഭൂമിയുടെ ആ ഒരു അന്തരീക്ഷത്തിൽ നിന്ന് നമ്മൾ പുറത്തെത്തും. അതിന് പറയുന്ന പേരാണ് സ്പേസ്. സ്പേസിൽ നിന്ന് നമ്മൾ എർത്തിലേക്ക് നോക്കി ഒരു ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ ഫ്ലാറ്റ് ആണോ അതോ റൗണ്ട് ആയിരിക്കുമോ? സ്പിയർ. അത് ബ്രില്യന്റ് ആൻസറാ. ഓക്കെ, അത് സ്പിയർ ഷേപ്പ് ആയിരിക്കും, അതായത് റൗണ്ട് സ്പേസ് ആയിരിക്കും. പക്ഷേ സ്പേസിൽ നിന്നും ഒത്തിരി ദൂരത്തേക്ക് മാറിയാൽ മാത്രമാണ് ഇത്രയും വലിയ ഭൂമിയുടെ ഒരു റൗണ്ട് ഷേപ്പ് ഫോട്ടോ കിട്ടുള്ളൂ. അപ്പോൾ പല പല ഫോട്ടോസ് എടുത്തിട്ട് അത് കൂട്ടി യോജിപ്പിക്കുന്നതാണ് സ്പേസിൽ നിന്ന് നമുക്ക് വരുന്ന ഫോട്ടോസ്. അത് കൂട്ടി യോജിപ്പിച്ചാൽ പോലും അത് റൗണ്ട് തന്നെ വരത്തുള്ളൂ. ഒരിക്കലും ഒരു ഫ്ലാറ്റ് എർത്തിന് നമുക്ക് കാണാൻ പറ്റത്തില്ല. അപ്പോൾ ഫ്ലാറ്റ് എർത്ത് അല്ല, ഇതൊരു റൗണ്ട് തന്നെയാണെന്നുള്ള കാര്യത്തിൽ നിങ്ങൾക്ക് ഉറപ്പായില്ലേ? ഷൈൻ ടോം ചാക്കോ ഒരു ഇന്റർവ്യൂവിലെ ഫ്ലാറ്റ് ആണെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വാദിക്കുന്നതാണ്. പക്ഷേ അദ്ദേഹം അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഇന്റർവ്യൂ കണ്ട ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിപ്പോൾ മനസ്സിലായില്ലേ ഇത് ഫ്ലാറ്റ് അല്ല, റൗണ്ട് ആണെന്ന്. ഇനി നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഈ എർത്തിന്റെ മോളിൽ കൂടെ എങ്ങനെ ഈ ഫ്ലൈറ്റ് പറക്കുന്നു. സംഭവം ഇത് റൗണ്ട് ആണല്ലോ. റൗണ്ട് ആണെങ്കിൽ ഇപ്പൊ ഇന്ത്യയിൽ നിന്ന് ഒരു ഫ്ലൈറ്റ് മുകളിലേക്ക് പൊങ്ങി ഇത് ഇങ്ങനെ പോയി അങ്ങോട്ട് പോവില്ലേ? അങ്ങനെ ഒരു സംഭവം ചിലപ്പോൾ നമ്മുടെ ഇതിൽ വരാം. അതല്ലെങ്കിൽ ഇത് എങ്ങനെയാണ് ഇത് ബാലൻസ് ചെയ്യുന്നത്? അത് ഒത്തിരി ഒരു എന്താ പറയാ, ഇതിനെക്കുറിച്ച് ഇൻട്രസ്റ്റ് ഉള്ളവരൊക്കെ ആലോചിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഒരു ഫ്ലൈറ്റ് എങ്ങനെ പറക്കണേ എന്നുള്ളത് വളരെ സിമ്പിൾ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം. എന്നിട്ട് ഒന്നാമത്തെ പോയിന്റ് എന്നത് ലിഫ്റ്റ്. അപ്പോൾ ഒന്നാമത്തെ പോയിന്റ് ലിഫ്റ്റ് ആണ്. അതായത് നമ്മുടെ എർത്തിൽ നിൽക്കുന്ന ഒരു ഫ്ലൈറ്റിനെ അതിങ്ങനെ ലിഫ്റ്റ് ചെയ്യുന്നു. അത് ഇന്ധനവും കാര്യങ്ങളും അതിന് വേണ്ടിയിട്ടുള്ള ടെക്നോളജി ഒക്കെ ഉണ്ടല്ലോ, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഫ്ലൈറ്റ് ഇങ്ങനെ പൊങ്ങുന്നു, ഹെലികോപ്റ്റർ ആണെങ്കിൽ നേരെ പൊങ്ങുന്നു. ലിഫ്റ്റ്, അതിങ്ങനെ ലിഫ്റ്റ് ചെയ്ത് നിൽക്കുന്നു. രണ്ടാമത്തെ പോയിന്റ് ആണ് ഗ്രാവിറ്റി. എന്ത് സാധനത്തിനെയും ഭൂമിയുടെ മുകളിലേക്ക് എടുത്തു കഴിഞ്ഞാൽ അതിങ്ങനെ താഴത്തോട്ട് വലിക്കും. അത് താഴത്തോട്ട് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഇല്ലാതിരിക്കാനായിട്ട് ഫ്ലൈറ്റ് അതിന്റെ ടെക്നോളജി കൊണ്ട് ഇങ്ങനെ കൺട്രോൾ ചെയ്ത് നിൽക്കും, താഴത്തേക്ക് പോവാതെ. അതിന്റെ ലീഫൊക്കെ കറങ്ങി അതിന്റെ ഇന്ധനത്തിന്റെയും അതിന്റെ ടെക്നോളജിന്റെയും ഗുണം കൊണ്ട്. അടുത്തൊരു കാര്യമാണ് ത്രസ്റ്റ്. അതായത് നിന്നാൽ മാത്രം പോരല്ലോ, നമുക്ക് ദുബായിക്ക് പോകണ്ടേ ഇന്ത്യയിൽ നിന്ന്, അല്ലേ? ന്യൂസിലാൻഡിൽ പോകണ്ടേ? ഓസ്ട്രേലിയക്കൊക്കെ പോകണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ത്രസ്റ്റ് ചെയ്യണം, മുന്നോട്ട് മൂവ് ചെയ്യണം. ഗ്രാവിറ്റേഷണൽ ഫോഴ്സിനെ കൺട്രോൾ ചെയ്ത് താഴെ പോവാതെ മുന്നോട്ട് മൂവ് ചെയ്യണ ഒരു ടെക്നോളജി, അതാണ് നമ്മുടെ ഫ്ലൈറ്റിനുള്ളത്. ഇതൊന്നും പോരാതെ വേറെന്താ വേണ്ട ഫ്ലൈറ്റിന്? സ്റ്റോപ്പ് ചെയ്യണമെങ്കിൽ ഡ്രാഗ് ചെയ്യണം. നമ്മൾ വെറുതെ പോയി കഴിഞ്ഞിട്ട് നിർത്താറാവുമ്പോഴേക്കും അയ്യോ എന്ത് ചെയ്യും എന്നാലോചിച്ചിട്ട് കാര്യമില്ലല്ലോ. ആ ടെക്നോളജിയും നമ്മുടെ ഫ്ലൈറ്റിലുണ്ട്. ഓക്കെ, നമ്മളെ ഒരു സ്ഥലത്ത് എത്തിക്കഴിയുമ്പോൾ കറക്റ്റായിട്ട് ആ സ്ഥലത്ത് എത്തി അതിനെ സ്റ്റോപ്പ് ചെയ്ത് അതിനെ എങ്ങനെയെങ്കിലൊക്കെ ആ പോയിന്റിലേക്ക് എത്തിക്കാനുള്ള ഫെസിലിറ്റി നമ്മുടെ കുറേ മോഡേണൈസ് ആയിട്ടുള്ള ഫ്ലൈറ്റുകൾ ഇങ്ങനെ വന്ന് ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു നല്ലൊരു ടെക്നോളജിയിലേക്ക് ഇപ്പോൾ ഫ്ലൈറ്റിന്റെ സംഭവം ലാൻഡ് ചെയ്തിട്ടുണ്ട്.
പക്ഷെ ഇതിലൊക്കെ മറ്റൊരു ക്വസ്റ്റ്യൻ വരാന്നുള്ളത്, ഈ ഭൂമി റൗണ്ട് ആണല്ലോ, അപ്പോൾ ഈ ഓൾട്ടിറ്റ്യൂഡ്, അതായത് ഫ്ലൈറ്റ് നിൽക്കുന്ന ഓൾട്ടിറ്റ്യൂഡ് ഒത്തിരി ദീർഘദൂര, അതായത് ലോങ് ആയിട്ട് പോകുന്ന ഫ്ലൈറ്റുകൾക്ക് എങ്ങനെ ഇത് ബാലൻസ് ചെയ്യും, ഈ ആൾട്ടിറ്റ്യൂഡ് മാറിക്കൊണ്ടിരിക്കില്ലേ എന്നൊക്കെയാണ് ക്വസ്റ്റ്യൻ ഉണ്ടാവുക. കുറച്ച് കാര്യങ്ങളുണ്ട് ഓൾട്ടിറ്റ്യൂഡ് ചേഞ്ച് ആവുന്നതിൽ. അതിൽ ഒന്നാമത്തെ കാര്യം എന്നുള്ളത് എയറിൻ്റെ തിന്നാണ്. അതായത് ഭൂമിയുടെ താഴത്തുള്ള എയർ ഭയങ്കര തിക്കായിരിക്കും. ഈ തിക്കായിട്ടുള്ള എയറിൽ കൂടെ ഫ്ലൈറ്റ് മൂവ് ചെയ്യുമ്പോൾ ഒരുപാട് ഫ്യൂവല് കത്തും. നമുക്ക് ഫ്യൂവലിനെ നമുക്ക് തൽക്കാലം പെട്രോൾ എന്ന് പറയാം. ഭയങ്കര തിക്കായിട്ടുള്ള സ്ഥലത്ത് കൂടെ പോകുമ്പോൾ എന്ത് പറ്റും, കുറേ പെട്രോൾ ലോസ് ആവും. അപ്പോൾ ഫ്ലൈറ്റ് എന്ത് ചെയ്യും, ആൾട്ടിറ്റ്യൂഡ് ഏകദേശം ഒരു 10-35,000 അടി മുകളിലേക്ക് കയറ്റും. അവിടെ എയർ തിന്നായിരിക്കും. അപ്പോൾ ഫ്ലൈറ്റിന് ഫാസ്റ്റായിട്ട് പോകാൻ പറ്റും. ഓക്കെ. പിന്നെ ആൾട്ടിറ്റ്യൂഡ് അവർ കൺട്രോൾ ചെയ്യുന്നത് വെതറിന്റെ കാര്യങ്ങൾ കൊണ്ടാണ്. ഈ മഴ അല്ലെങ്കിൽ എന്തെങ്കിലും ടർബലൻസ്, നമ്മൾ ഫ്ലൈറ്റിൽ പോകുമ്പോൾ ഇങ്ങനെ കുലുങ്ങാറില്ലേ, കുടുകുടുന്ന്, അങ്ങനെയുള്ള റീസണൊക്കെ വരുമ്പോൾ അവർ എന്ത് ചെയ്യും, ആ ഒരു ഏരിയ ഇത്തിരി പ്രശ്നമാണെന്ന് കണ്ടിട്ട് ഒന്ന് താത്തി പിടിക്കും. ഫോർ എക്സാമ്പിൾ, റോഡ് മോശമാണെങ്കിൽ നല്ല റൂട്ടിൽ കൂടെ പോകാന്ന് പറയില്ലേ, അത്രേ ഉള്ളൂ. അപ്പോൾ കുറച്ച് മോശമുള്ള എയർ റൂട്ട് ആണെങ്കിൽ ഓൾട്ടിറ്റ്യൂഡ് ഒന്ന് താഴ്ത്തുകയോ മുകളിലേക്ക് ആക്കുകയോ ചെയ്തിട്ട് നല്ല എയർ പാത്ത് വഴി ട്രാവൽ ചെയ്യും. പിന്നെ വേറെ എന്തായിരിക്കും വേറൊരു റീസണാണ് വേറൊരു ഫ്ലൈറ്റ് വരുന്നത്. ഫോർ എക്സാമ്പിൾ, അവിടെ നിന്നൊരു ഫ്ലൈറ്റ് വന്നു, ഇവിടെ നിന്നൊരു ഫ്ലൈറ്റ് വന്നു, രണ്ടും കൂടി കൂട്ടിമുട്ടൂലേ, അപ്പൊ എന്ത് ചെയ്യും, ക്രാഷ് ചെയ്യും. അതിനെ കൺട്രോൾ ചെയ്യാൻ എന്ത് ചെയ്യണം, ഒരു പ്ലെയിനിന് താഴത്തോട്ട് പോകണം, ഒരു പ്ലെയിനിന് മുകളിലോട്ട് പോകണം. എക്സാക്ട്ലി. അതായത് എയർ ട്രാഫിക്കിനെ ഓൾട്ടിറ്റ്യൂഡിനെ ചേഞ്ച് ചെയ്യുന്ന മറ്റൊരു കാര്യമാണ്, രണ്ടും ഒരേ ദിശയിലാണെന്നുണ്ടെങ്കിൽ ഒരു ഫ്ലൈറ്റ് അടുത്ത ലൈനിലേക്കും അടുത്ത ഫ്ലൈറ്റ് അടുത്ത ലൈനിലേക്കും ട്രാവൽ ചെയ്യുകയോ കുറച്ച് ഡിസ്റ്റൻസ് ഇട്ട് ട്രാവൽ ചെയ്യുകയോ ചെയ്ത് കഴിഞ്ഞാൽ കൂട്ടിമുട്ടത്തില്ല. അങ്ങനെയാണ് ഓൾട്ടിറ്റ്യൂഡ് കൺട്രോൾ ചെയ്യുന്നത്. ഇതിൽ മറ്റൊരു കാര്യം എന്നുള്ളത്, ഇങ്ങനെ ഭൂമി കറങ്ങുകയാണ്, അപ്പോൾ ഫ്ലൈറ്റ് പോവുകയാണ്, അപ്പോൾ എങ്ങനെയാണ് ഈ ഓൾട്ടിറ്റ്യൂഡ് ബാലൻസ് ചെയ്യുന്നതെന്നാണ്. ഇപ്പോഴത്തെ ഫ്ലൈറ്റുകളിലൊക്കെ ഓട്ടോ പൈലറ്റ് സിസ്റ്റം ഉണ്ട്. കാർ വെച്ച് എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ക്രൂയിസ് കൺട്രോൾ പോലെ, നിങ്ങൾക്കൊരു 80 കിലോമീറ്റർ സ്പീഡിൽ വണ്ടി കോൺസ്റ്റന്റ് ആയിട്ട് ട്രാവൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ 80-ലായി കഴിയുമ്പോൾ ക്രൂയിസ് കൺട്രോൾ ഓൺ ആക്കി സെറ്റ് ചെയ്യും. അങ്ങനെ ചെയ്യാറില്ലേ കാർ ഓടിക്കുന്നവർ? ഇതേ സംഭവം ഫ്ലൈറ്റിലും ഉണ്ട്. വൺസ് ഒരു ഓൾട്ടിറ്റ്യൂഡിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഈ ഓൾട്ടിറ്റ്യൂഡ് നമുക്ക് മതി എന്നുള്ളത് നമ്മുടെ ഓട്ടോ പൈലറ്റ് സിസ്റ്റം വഴി സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഭൂമി കറങ്ങുന്നു, ഫ്ലൈറ്റ് മുന്നോട്ട് പോകുന്നു, ലോങ് ഫ്ലൈറ്റ് ആണ്, ഓൾട്ടിറ്റ്യൂഡിൽ എന്ത് മാറ്റം വന്നാലും ഈ ഫ്ലൈറ്റ് തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് അഡ്ജസ്റ്റ് ചെയ്യും. മനസ്സിലായോ? അത് നമ്മുടെ ഒരു ക്രൂസ് കൺട്രോൾ പോലെ തന്നെ ഓൾട്ടിറ്റ്യൂഡ് സിസ്റ്റം വർക്ക് ചെയ്യും. അത് അങ്ങനെ ചെയ്യുന്നുണ്ട്. ഇതൊന്നും പെടാത്ത കാര്യങ്ങളാണ് ഞാൻ ഈ പറഞ്ഞത്. അപ്പോൾ ഇത്രയും ഫോഴ്സുകൾ, താഴെ നിന്നുള്ള ഗ്രാവിറ്റി, മുന്നോട്ട് പോകുന്നു, നിർത്താനുള്ള ഫോഴ്സ്, അതിൻ്റെ കൂടെ തന്നെ ഈ വെതർ പ്രോബ്ലംസ്, ഇതെല്ലാം ബാലൻസ് ചെയ്തുകൊണ്ടാണ് നമ്മുടെ ഈ ഫ്ലൈറ്റ് ഭൂമിയുടെ മുകളിൽ കൂടെ പറക്കുന്നത്. ബേസിക് ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ മനസ്സിലായില്ല, എങ്ങനെയാണ് ഫ്ലൈറ്റ് പറക്കുന്നത് എന്നുള്ളതും. ഗ്ലോബ് എന്ത് സ്പേസ് ആണ്, എന്ത് ഷേപ്പാണത്, സ്പിയർ ഷേപ്പ് ആണെന്നുള്ളതും. അപ്പൊ ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ ഉടനെ തന്നെ എർത്ത് എന്ത് ഷേപ്പാന്ന് ചോദിക്കുമ്പോൾ തന്നെ നമ്മൾ എന്ത് പറയരുത്, റൗണ്ട് എന്ന് പറയരുത്, എന്ത് പറയണം, സ്പിയർ എന്ന് പറയണം. ഇതായിരുന്നു നമ്മൾ ഉദ്ദേശിച്ചത്. ഇത് എൻ്റെ തലയിൽ ഓടിക്കൊണ്ടിരുന്ന കുറച്ച് മണ്ടൻ ആശയങ്ങളായിരുന്നു. പക്ഷെ അത് എനിക്ക് തോന്നുന്നു കുറെ പേർക്ക് അതൊക്കെ തോന്നിട്ടുണ്ടാവും കേട്ടോ. ഞാൻ അതുകൊണ്ട് വെറുതെ ഒരു വീഡിയോ എടുത്തിട്ടതാണ്. ഇത് അറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കൊരു ഹെൽപ്പ് ആയിക്കോട്ടെ എന്ന് വെച്ചിട്ട്. പ്രത്യേകിച്ച് കുട്ടികൾക്ക് ഇനി ഇതല്ലാതെ എന്തെങ്കിലും മനസ്സിലാവാത്ത കാര്യങ്ങളുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, യു ഡു കമന്റ്. അപ്പൊ ഞാനിത് റിസർച്ച് ചെയ്തിട്ട് ഞാൻ കമന്റിൽ റിപ്ലൈ തരാം. ഓക്കെ, അപ്പൊ ഞങ്ങൾ ഈ വീഡിയോ നിർത്തട്ടെ. ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്. അടുത്ത വീഡിയോ കാണാം. ബൈ ബൈ.